നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. സ്വകാര്യ ബസ് സർവീസുകളെ സംബന്ധിച്ച് വ്യാപകമായ പരാതി. മലപ്പുറം എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ വാഹന പരിശോധനയിൽ ഇൻഷുറൻസ്, പെർമിറ്റ്, ടാക്സ്, ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകൾ സർവീസ് നടത്തുന്നതായി കണ്ടെത്തൽ. നിയമലംഘനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തിരൂർ ബസ് സ്റ്റാൻഡിൽ ബോധവൽക്കരണവും ലഘുലേഖ വിതരണവും സംഘടിപ്പിച്ചു. ബസ്സിൽ യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകുന്നില്ല എന്നും യാത്രക്കാരോട് ജീവനക്കാർ മോശമായി പെരുമാറുന്നതായും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുകയും തുടർന്ന് ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ആവർത്തിക്കാതിരിക്കാനും പൊതുജനങ്ങളുടെ പരാതികൾ കുറയ്ക്കുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടി മലപ്പുറം എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും ലഘുലേഖ വിതരണവും സംഘടിപ്പിച്ചു. തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ലഘുലേഖ വിതരണം നടത്തി. അധ്യക്ഷൻ മലപ്പുറം എൻഫോഴ്സ്മെന്റ് RTO PN നസീർ ബസ് ജീവനക്കാർക്കും ബസ് ഉടമകൾക്കും ബോധവൽക്കരണം നൽകി. ഒരു സുരക്ഷിത കേരളം എന്ന് പറയുന്നത് അപകടരഹിത കേരളം, അതാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അതിന് റോഡ് ഓടിക്കുന്നവർ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടും കാൽനടക്ക യാത്രക്കാർ അതുപോലെ നിയമം അനുസരിച്ചുകൊണ്ടും റോഡിലൂടെ ഉപയോഗം തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അപകടങ്ങളും അപകട മരണങ്ങളും അതേ തുടർന്നുള്ള ഓരോ കുടുംബങ്ങളുടെ നിശ്ചലാവസ്ഥയും നമുക്ക് മാറ്റാൻ സാധിക്കും. തിരൂർ DYSP KM ബിജു, തിരൂർ താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ അബ്ദുൾ റസാഖ് സെക്രട്ടറി PK മൂസ, തിരൂർ താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് V അബ്ദുൾ ലത്തീഫ്, സെക്രട്ടറി P ഷറഫുദ്ദീൻ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ ജാഫർ ഉണ്ണിയാൽ, റാഫി തിരൂർ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PP അബ്ദുറഹിമാൻ എന്നിവർ സംസാരിച്ചു. വെട്ട ന്യൂസ് തിരൂർ.